കഴിഞ്ഞ ദിവസമാണ് റിനി എന്ന യുവനടി ആദ്യമായി ഇത്തരത്തിൽ ഒരു കാര്യം പരസ്യമായി വെളിപ്പെടുത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും ഇത്തരത്തിലൊരു യുവ നേതാവിൽ നിന്നും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതിന് പിന്നാലെയാണ് ഇന്നാണ് ഏറ്റവും കൂടുതൽ സമാനമായ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഇതേ ആൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്രയും നാൾ ഒരുപക്ഷെ അവന്തിക എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല, സ്വാഭാവിക ചോദ്യമാണ്. അത് ഒരുപക്ഷെ ഒരാൾ പറയുമ്പോൾ കിട്ടുന്ന ധൈര്യമായിരിക്കാം അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. അതൊക്കെയാണ്. അതിലെന്തെങ്കിലും വിവരങ്ങൾ, വിശദീകരണങ്ങളും നൽകുന്നുണ്ടോ? എന്തുകൊണ്ട് ഇത് മറ്റാരോടും പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും മുന്നിൽ, പ്രത്യേകിച്ചും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ആരെങ്കിലും കണ്ടിരുന്നോ, അല്ലെങ്കിൽ ഇക്കാര്യം സൂചിപ്പിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ അവർ? നിലവിൽ അത്തരത്തിൽ മറ്റാരോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്റെ സുഹൃത്ത് വലയത്തിലല്ലാതെ മറ്റാരോടും ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളോടോ മറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അവന്തിക നമ്മളോട് പറഞ്ഞത്. ഏതായാലും അവന്തിക പറയുന്നത് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു ശല്യമുണ്ടായി, ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് ഉണ്ടായി. ഈ ഒരു മെസ്സേജിന് ശേഷം തന്റെ സുഹൃത്ത് വലയത്തിൽ ഈ ഒരു കാര്യം സംസാരിക്കുകയും ഈ മെസ്സേജിന്റെ ഭാഗമായി തന്നെ രാഹുലിന് മറുപടി ആദ്യമൊക്കെ കൊടുക്കുകയും പിന്നീട് റിപ്ലൈ കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഈ റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതിന് ശേഷവും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വട്ടം കുറേയധികം മെസ്സേജുകൾ വരുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോഴാണ് ഈ ഒരു കാര്യം സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട് എന്ന് തനിക്ക് മനസ്സിലാവുകയും അതിനെ തുടർന്ന് ഈ ഒരു കാര്യം ഇന്നൊരു മാധ്യമത്തോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് അവന്തിക ഈ ഒരു വിഷയം കൂടുതൽ ഗൗരവത്തിലെടുക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തത്. ഏതായാലും മറ്റ് കേസുകളിൽ, അതായത് റിനിയുടെ കേസാവട്ടെ, മറ്റ് ചില കേസുകളാവട്ടെ, ഇവയിലെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് നേതൃത്വത്തോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട്, ബന്ധുക്കളോട് എല്ലാം കൃത്യമായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് അവർ മാധ്യമങ്ങളെ കണ്ടത്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അതിൽ വരുന്നുണ്ട്. ഇത്രയും ദിവസം നിങ്ങൾ ഇത്രയും കാലം എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്ന് പറഞ്ഞില്ല? ഒരു സമൂഹത്തിന് മുന്നിൽ ഇത്തരം ഒരു ലൈംഗികമായിട്ടുള്ള ഒരു അതിക്രമം നേരിട്ടിട്ട്, അത് വെർച്വലായെങ്കിൽ കൂടിയും നേരിട്ടതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നൊരു ചോദ്യം പല കോണുകളിൽ, പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ഐഡികളിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അപ്രസക്തമാകുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ഒരു അതിക്രമം നേരിട്ടാൽ അതിൽ അല്ലെങ്കിൽ ആ ഒരു ആരോപണം ഉന്നയിക്കാൻ കാലം ഒരു പ്രശ്നമാണ് എന്നത് നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അതിനുശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായാൽ അത് ഏത് സമയത്തും പറയാൻ ഏതൊരു ഇരയ്ക്കും അവകാശമുള്ള അവരുടെ കാലതാമസം എന്നതുകൊണ്ട് അവർക്ക് നേരിട്ട അതിക്രമം അത് അങ്ങനെ അല്ലാതാവുന്നില്ല. ഏതായാലും ഈ ഒരു കേസിൽ പക്ഷേ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. നിലവിൽ ഇതൊരു ആരോപണം മാത്രമാണ്. ശരി, അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ട്രാൻസ് വുമൺ അവന്തികയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.